172ാമത്തെ ദിവസം മുതൽ നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇന്ന് ലാസ്റ്റ് 03 കേട്ടോ. ദിയ നമ്മള് പോവാണ് അല്ല അങ്ങനെ. ഹാപ്പിയാണോ? എന്താ തോന്നണേ? അച്ഛനെ കാണല് ഹാപ്പിയാണോ? എൻ്റെ കല്യാണത്തിനും ഡെലിവറിക്കും ശേഷം ഞാൻ ഇത്രയ്ക്കും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്ന വേറെ ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ ഭയങ്കര വ്യത്യാസമുണ്ട്. കല്യാണത്തിനും ഡെലിവറിയുടെ സമയത്തും ഞാൻ കാത്തിരുന്നത് ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം കടന്നുപോയത് ഭയങ്കര വിഷമത്തോടു കൂടിയായിരുന്നു. ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആവുന്നുണ്ടായില്ല. റീസൺ നമ്മുടെ മോന് നാട്ടിലായിരുന്നു. അപ്പോൾ അവൻ്റെ വിസ ഓക്കെ ആയി. അവനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ നാട്ടിലോട്ട് പോകുന്ന ഒരു ജേണിയാണ് ഇന്നത്തെ. അപ്പം വെൽക്കം യു ആൾ ടു മൈ യൂട്യൂബ് ചാനൽ സുപ്രിയ സ്പീക്സ്. End of the most awaiting trip in my life എന്ന് തന്നെ പറയാം. ഏറ്റവും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രാവലിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ ആണിത്. നാട്ടിൽ പോവാണ്. നമ്മളിതാ ഇപ്പം ടാക്സി ചെയ്ത് കാരണം ഒത്തിരി ലഗേജസ് ഉണ്ടായിരുന്നു. പിന്നെ സമ്മർ ആയതുകൊണ്ട് നല്ല ചൂടാണ്. കുഞ്ഞുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ട്രെയിൻ ബസ്സൊക്കെ എടുത്ത് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ടാക്സി എടുത്തു. അപ്പം ലഗേജസ് ബാക്കിലിരിക്കുന്ന അതിൻ്റെ താഴെയും ലഗേജസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പോവാണ്. നമ്മൾ ഇപ്പം വൈകിട്ട് 6:30 ഫ്ലൈറ്റ്. ഇപ്പം സമയം ഒരു 1:30 സമയം. 3:30 അവിടെ എത്തിയാൽ മതി. ഇവിടുന്ന് ഒരു 1 hour ഉള്ളൂ. എന്നാലും പിന്നെ ലേറ്റ് ആവണ്ടെന്ന് കരുതിയിട്ട് നമ്മളൊരു 1:30 ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളെ കാണാം. നാളെ സമയമാകുമ്പോഴത്തേനും നാട്ടിൽ. ഓ മൈ ഗോഡ്. ഈവനിങ് 6:30 ഫ്ലൈറ്റ് ഫ്രം സ്റ്റോക്ക്ഹോം അർലാൻഡ് എയർപോർട്ടിൽ നിന്നായിരുന്നു. അവിടുന്ന് ഇസ്താൻബുൾ. സോ ഇസ്താൻബുളിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 3 hours ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ 2 hours ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് മസ്കറ്റിലോട്ട് ട്രാവലിംഗ് ടൈം 5 hours ആണ്. അവിടെയും മസ്കറ്റിലും 2 hours ലേ ഓവർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3.5 മണിക്കൂറും കൂടെ കഴിഞ്ഞ് നമ്മൾ കൊച്ചിയിലെത്തും. ഇങ്ങനെയായിരുന്നു നമ്മുടെ പ്ലാന്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഒന്ന്, ദൈവം തീരുമാനിക്കുന്ന വേറൊന്നൊക്കെ പറയണ പോലെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഇതൊക്കെ പറയാം. നമ്മൾ ഓൾറെഡി ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി ലഗേജസ് എല്ലാം നമ്മൾ ട്രോളിയെല്ലാം നമ്മൾ നാട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം തിരിച്ചു വരുമ്പോഴത്തേന് എന്തായാലും അതെല്ലാം ഫില്ല് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ കൊണ്ടുവരാം. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമ്മൾ അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ സിദ്ധി നല്ല ഉറക്കമായി. കുട്ടാ എത്താറായി കേട്ടാ. എനിക്കാം പോണ്ടേ? അച്ഛനെ കാണാൻ പോണ്ടേ? ദിയ എത്താറായിട്ടാ നമ്മള്. എനിക്ക് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ജേർണി സ്റ്റോക്ക്ഹോം അയർലാൻഡ് എയർപോർട്ടിൽ നിന്നാണ്. നമ്മൾ തിരിച്ച് ഇവിടേക്ക് സ്വീഡനിലേക്ക് നമ്മൾ വന്നതും അയർലാൻഡ് എയർപോർട്ടിൽ തന്നെയാണ്. തിരിച്ച് നമ്മൾ കയറുന്നതും ഇവിടെ തന്നെയാണ്. കാരണം നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് ഈ എയർപോർട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ എന്തൊക്കെയോ ഭയങ്കര മനസ്സിന് സന്തോഷവും ഒക്കെ. കാരണം കുറേ നാളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു യാത്രയാണല്ലോ. അപ്പോൾ ഈ ഫ്ലാഗുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യമായിട്ട് കാണുന്ന പോലെ. അന്ന് വന്നപ്പോൾ എനിക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് വന്നതെന്നൊന്നും. എനിക്ക് ആദ്യമായിട്ട് എയർപോർട്ട് കാണുന്ന പോലുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. സോ നമ്മളെത്തി. നമ്മുടെ ലഗേജസൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുകയാണ് ശരത്ത്. എയർപോർട്ടിൽ വന്നു കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ. എന്നാലും സപ്പോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് 4 പ്രൊസീജിയേഴ്സാണുള്ളത്. ഒന്ന് ചെക്ക് ഇൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏത് എയർലൈൻസ് ആണോ അതിൻ്റെ കുറേ മോണിറ്റേഴ്സിൽ അതിൻ്റെ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. മേ ബി ഫ്ലൈറ്റ് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ടാവും. നേരെ അവിടേക്ക് ചെല്ലുക. നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റും കാര്യങ്ങളും അവർ നോക്കും. അതിനുശേഷം അവരവരുടെ ആ ഒരു എയർലൈൻസിൻ്റെ എന്താ പറയുക ലേബിൾ നമ്മുടെ ഈ ലഗേജസിൽ ടൈ ചെയ്ത് നമുക്ക് ഹാൻഡ് ലഗേജ് മാത്രം തിരിച്ചു തരും. ബാക്കിയെല്ലാം അവർ ഇത് ബെൽറ്റിൽ കൂടെ കയറ്റി വിടും. അതാണ് സ്റ്റെപ്പ് നമ്പർ 1 എന്നുള്ളത്. നമ്പർ 2 ഇമിഗ്രേഷൻ. ഇവിടെയാണ് നമ്മുടെ പാസ്പോർട്ടിൽ അവർ ഡിപ്പാച്ചർ സീലൊക്കെ വെച്ച് തരുന്നത്. മേ ബി സം ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും അവർ ചോദിക്കും. അടുത്തത് സെക്യൂരിറ്റി ചെക്കിൻ. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു. സാധാരണ ബോട്ടിൽസ് അലവ് ചെയ്യില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ബോട്ടിൽ അവരെടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല. നീ ദിയനെ കണ്ടിട്ടാണോന്ന് അറിയില്ല അല്ലേ ദിയ? ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞു. ഇനി നമ്മൾ
അത്യാവശ്യം ടെൻഷനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വെയിറ്റിംഗ് ഏരിയയിലോട്ട് പോവാണ്. സമയം ഇപ്പോൾ 14:28. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകിട്ട് 6:30 18:30 ഫ്ലൈറ്റ്. അതുവരെ നമ്മളിവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു മൂഡിലല്ലായിരുന്നല്ലോ, ആകെ സീനായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ. ഇനിയിപ്പോൾ നല്ല മൈൻഡിലാണ് തിരിച്ചു പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ മൊത്തം ഇങ്ങനെ കറങ്ങി ശരത്തിൻ്റെ കാർഡൊക്കെ അങ്ങ് ആസ്വദിച്ച് സ്വൈപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. സെക്യൂരിറ്റി ചെക്കിനിൽ എന്താണ് ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ട്രേസ് അവരിങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു ട്രേയോ 2 ട്രേയോ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഇലക്ട്രോണിക് ആയിട്ടുള്ള എല്ലാ ഗാഡ്ജറ്റ്സും അതിലോട്ട് എടുത്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഫോൺ, ലാപ്ടോപ്പ്, പിന്നെ ഫോണിൻ്റെ എല്ലാത്തിൻ്റെയും ചാർജറുകൾ ഉണ്ടെങ്കിൽ അത്, നമ്മുടെ ബെൽറ്റ്, പിന്നെ ഇലക്ട്രോണിക് ആയിട്ടുള്ള എന്ത് ഡിവൈസസ് ആണെങ്കിലും, ഈവൻ നമ്മുടെ സ്മാർട്ട് വാച്ച് ആണെങ്കിലും എല്ലാം നമ്മൾ ആ ട്രെയിനകത്തേക്ക് വെച്ച് അവരുടെ ആ ഒരു ബെൽറ്റിൽ കൂടെ നമ്മൾ കടത്തി വിടുകയാണ് ചെയ്യേണ്ടത്. അപ്പം എന്തെങ്കിലും ഡൗട്ട് അതിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് അവർ നമ്മളെ വിളിച്ച് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എൻ്റെ ആ ഒരു ലഗേജിലാണ് ചെറിയൊരു ക്രീമിൻ്റെ ഉണ്ടായിരുന്നത്. പക്ഷെ അത് 100 ml കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരവിടെ അത് മാറ്റി വെച്ചു. സോ ഒരിക്കലും ഹാൻഡ് ലഗേജിൽ 100 ml കൂടുതലുള്ള ഒന്നും നമ്മൾ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അതിനുശേഷം അപ്പം തന്നെ നമുക്കൊരു ബോഡി ചെക്കിൻ ഉണ്ടായിരിക്കും. അപ്പോൾ ലേഡീസ് സ്റ്റാഫ് തന്നെ ആയിരിക്കും. ബോഡി ചെക്കിങ്ങിൽ നമുക്ക് കംപ്ലീറ്റ് അവർ ബോഡി ചെക്ക് ചെയ്യും. അപ്പോൾ അതിനുശേഷം നമ്മൾ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മിക്കവാറും എല്ലാ ബോർഡിംഗ് പാസിലും നമ്മുടെ ഗേറ്റ് നമ്പർ അവർ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ മേ ബി ബോർഡിംഗ് പാസിൽ അവർ എഴുതിയിട്ടുണ്ടാവില്ല, സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല ഏത് ഗേറ്റിലാണെന്ന്. അപ്പോൾ അവിടെ കുറച്ച് മോണിറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതിലൊന്ന് നമ്മൾ കൺഫേം ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഗേറ്റ് നമ്പർ D ആയിരുന്നു എന്ന് തോന്നുന്നു. അതും കറക്റ്റ് അവർ ലേബിൾ ചെയ്തിട്ടുണ്ടാവും, ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇത് കേട്ടോ. നമ്മൾ മേലേക്കോടെ ഇങ്ങനെ ഫ്ലൈറ്റ് പോകണ കാണുമ്പോൾ എന്തൊരു ചെറുതാണ് അല്ലേ, പക്ഷെ അടുത്ത് നിന്ന് കാണുമ്പോൾ എന്തൊരു വലുതാണ് ഫ്ലൈറ്റൊക്കെ. ഓക്കെ, അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതേപോലെ തന്നെ അതിൽ ബോർഡിങ് ടൈമും എപ്പോഴാണ് എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ടാവും. മേ ബി ആ ബോർഡിങ് പാസിൽ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ആ മോണിറ്ററിൽ നോക്കിയാൽ നമുക്കത് കൺഫേം ചെയ്യാനായിട്ട് പറ്റും എത്ര മണിക്കാണ് ബോർഡിങ് ടൈം സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. അതിനുശേഷം നമ്മൾ നേരെ വെയിറ്റിംഗ് ഏരിയയിലോട്ടാണ് പോകുന്നത്. നമ്മുടെ മുന്നത്തെ പാക്കിംഗ് വീഡിയോയിൽ നമ്മളെങ്ങനെ ഓരോ ഫ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പാക്ക് ചെയ്യാം, എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വെക്കാതിരിക്കാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടെ നമ്മളെപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴത്തേനും ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സും കൂടെ നമ്മൾ വെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഒരു ഓവർകോട്ടും കൂടെ കയ്യിലെടുത്ത് വെക്കുക. കാരണം ഫ്ലൈറ്റിലൊക്കെ നമുക്ക് തണവ് മേ ബി കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു കോട്ടൊക്കെ കയ്യിലെടുത്ത് വെക്കുക. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെബ് ചെക്കിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വലിയൊരു ക്യൂവിൽ നിന്ന് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. വേറെ എന്താ, മൊബൈലിലെ ചാർജസ് ഒക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് വെക്കുക. കാരണം എയർപോർട്ടിലാണെങ്കിലും ഫ്ലൈറ്റിനകത്താണെങ്കിലും അതിൻ്റെ പോർട്ടൽസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇരുന്ന് തപ്പിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചെറിയ സ്നാക്സ് എപ്പോഴും കയ്യിലെടുത്ത് വെക്കുക, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ. ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് മസ്റ്റായിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങണമൊക്കെ മുന്നേ തന്നെ ചെക്ക് ചെയ്യുക. ഫ്ലൈറ്റ് മേ ബി ക്യാൻസൽ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അങ്ങനെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മേലെ പോയപ്പോഴത്തേനും അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ കിഡ്സിൻ്റെ ഒരു പ്ലേ സെക്ഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദിയ ഇവിടെ നല്ല എൻഗേജ്ഡ് ആയിട്ടിരുന്നു, ഒരു ബോറിങ്ങും പുള്ളിക്കാരിക്ക് ഉണ്ടായില്ല. അതേപോലെ തന്നെ പണ്ട് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് അല്ലേ, അവിടെ നമുക്കിങ്ങനെ ഫ്ലൈറ്റ് പോകണതൊക്കെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ചെറുതിൽ അപ്പച്ചനൊക്കെ കൊണ്ടാക്കാനായിട്ട് പോകുമ്പോഴത്തേനും അങ്ങനെ കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് നമുക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഈ ഒരു ടേക്ക് ഓഫിൻ്റെ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഉള്ളിലിങ്ങനെ എന്തോ ഒരു വൈബ്രേഷനാണോ വിറയലാണോ എന്താണെന്നറിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗേറ്റ് അവിടെ ഓപ്പൺ ആയിട്ടുള്ള ടൈം അതിൽ എഴുതി കാണിക്കും. അപ്പോൾ നേരെ ആ ഗേറ്റിൻ്റെ അവിടെ ചെല്ലുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് വീണ്ടും നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ ബോർഡിംഗ് പാസുമാണ് കാണിക്കേണ്ടി വരിക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിനകത്തേക്ക് കയറാനായിട്ട് പറ്റും. ഫ്ലൈറ്റിനകത്തേക്ക് കയറുമ്പോഴത്തേനും നമ്മുടെ ബോർഡിംഗ് പാസിനകത്ത് നമ്മൾ ഏത് സീറ്റാണോ ഉള്ളത് എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഓരോരോ സീറ്റിൻ്റെ മേലെയും ആ നമ്പേഴ്സ് അവരെഴുതി വെച്ചിട്ടുണ്ടാവും. അവിടെ നോക്കിയിട്ട് നമ്മൾ ഏത് സീറ്റിലാണോ ഉള്ളത് അവിടെ കയറിയിരിക്കുക. മിക്കവാറും എല്ലാ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിലും ഈ സ്ക്രീൻസ് ഉണ്ടാവും. അപ്പം കിഡ്സിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് ഓഡിയോ ബുക്സ് ഉണ്ട്, മൂവീസ് ഉണ്ട്, TV ഷോസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഇതിലുണ്ട്.
അപ്പം കിഡ്സിനാണെങ്കിൽ ഗെയിംസ് ഉണ്ട്, കിഡ്സിൻ്റെ സ്റ്റോറീസ്, കിഡ്സിൻ്റെ മൂവീസ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ അവരുടെ ഹെഡ്ഫോൺസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പം ഏതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഏഷ്യൻ മൂവീസൊക്കെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിലൊക്കെ നമുക്ക് ഏഷ്യൻ മൂവീസ് നമുക്ക് തപ്പിക്കഴിഞ്ഞാലായിട്ട് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി നമ്മുടെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞ് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് ഒരൊറ്റ പോക്കാണ് കേട്ടോ. പിന്നെ എൻ്റെ അമ്മ ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. പേടിയെന്നാണോ അതിനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സമയത്തൊക്കെ. ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ടല്ല, പക്ഷേ എന്തോ ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ പൊട്ടിത്തെറിക്കുമോ, ഇത് പിടിഞ്ഞ് പൊടിഞ്ഞ് താഴെ വീഴുമോ, ഇപ്പോൾ തീ വരുമോ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര പൊട്ട ചിന്താഗതികളാണ് എനിക്ക് ഈ സമയത്ത് ഉണ്ടാവാറ്. ഞാനിത് കയറണേക്കാളും ഫ്ലൈറ്റിൽ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യണേക്കാൾ മുന്നേ തന്നെ ഒരു 5-6 ക്രാഷ് വീഡിയോസ് ഇരുന്ന് കാണും. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. ഒരു സൈക്കോ ആണോ എൻ്റെ ഉള്ളിലുള്ളതെന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കത് കണ്ടു കഴിഞ്ഞ് കയറിയാലാണ് എന്തോ ഒരു സമാധാനം കിട്ടുള്ളൂ. പിന്നെ ആ വീഡിയോസ് മൊത്തമായിരിക്കും ഞാനിരുന്ന് ആലോചിക്കുന്നുണ്ടാവുക. അങ്ങനെ ദൈവം സഹായിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നാട്ടിലോട്ട് എത്താൻ പറ്റി. എത്തിക്കഴിഞ്ഞാലാണ് പിന്നീട് ഒരു സമാധാനം നമുക്ക് കിട്ടുക. ഞാൻ പണ്ട് ചിന്തിക്കാറുണ്ട് കേട്ടോ, ഒരിക്കലും ഫ്ലൈറ്റിൽ കയറി പോകുന്ന സ്ഥലത്തൊന്നും നമ്മൾ ഒരിക്കലും താമസിക്കില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയല്ലല്ലോ, കറക്റ്റ് ഇവിടെ തന്നെ വന്നെത്തി. അത് 3 ഫ്ലൈറ്റ് മാറി കയറണം. അതൊക്കെ പോട്ടെ, പറഞ്ഞ് ഞാൻ നെഗറ്റീവ് ആക്കുന്നില്ല. ഇതാണ് ഫ്ലൈറ്റ് വ്യൂ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മേലെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനമാണ്. അത് കഴിഞ്ഞാൽ ഭയങ്കര കൂളാണ്. പിന്നെ ഈ ടെർബുലൻസ് വരുന്ന സമയത്താണ് വീണ്ടും എൻ്റെ കിളി പോയി തുടങ്ങുക. ഓക്കെ, അപ്പം ഇതാണ് മേലെ നിന്നുള്ള വ്യൂ. ഇതാണ് നമ്മുടെ സ്വീഡൻ നമുക്ക് ദുബായ് പോലെ ഭയങ്കര സിറ്റി അങ്ങനെയുള്ള എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ അങ്ങനെയല്ല, കുറേ പച്ചപ്പും കുറേ ഫോറസ്റ്റും അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ്. സിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാപിറ്റലിൻ്റെ ആ ഒരു, ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക്ഹോമിലൊക്കെ സിറ്റിയാണ്. ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ഗ്രീനറി ആയിട്ടുള്ള വ്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്വീഡൻ. വളരെ കാമായിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി. ദേയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 2-3 ബുക്സ് ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ വെച്ചാണ് ഞാനത് പൊട്ടിച്ചതും. കാരണം എന്താണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് നമ്മളത് തുറന്ന് കാണിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ എക്സൈറ്റ്മെൻറ്റ് പോവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നാണ് ഞാനത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ പിന്നെ കുറേ നേരം അതൊക്കെ നോക്കിങ്ങനെ ഇരുന്നുള്ളൂ. അടിപൊളി ബുക്കായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ എഴുതുമ്പോൾ പല കളറിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2-3 പേജ് ഞാൻ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ ഡയറിയിൽ എഴുതാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഈ ലോലിപോപ്പ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ. നമ്മൾ ഈ ടേക്ക് ഓഫിൻ്റെ സമയത്തൊക്കെ ലോലിപോപ്പ് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഇയറിൽ വരുന്ന പെയിനൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായില്ല. പിന്നെ ഞാനൊരു ക്യാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ചെവിയും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 പേരും ഇയർബഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫുഡൊക്കെ വന്നു. അപ്പം റൈസും പിന്നെ ചിക്കനും ഒക്കെ ആയിരുന്നു ഫുഡ്. നമ്മളെല്ലാവരും നന്നായിട്ട് കഴിച്ചു. ദൈവം ഈ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൽ ആ ബണ്ണ് മാത്രമാണ് പുള്ളിക്കാരി കഴിക്കുന്നുണ്ടായേ. വേറെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. സോ നമ്മൾ ലാൻഡിങ്ങിനുള്ള സമയമായി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു ഇത്. എനിക്ക് പ്രത്യേകിച്ച് ഈ രാത്രി ഇങ്ങനെ ലൈറ്റ്സൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഈ മേലെ നിന്നുള്ള വ്യൂ ശരിക്കും ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ലാൻഡിങ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി നമ്മൾ ഇസ്താൻബുളിൽ എത്തും എന്ന് പറഞ്ഞിട്ടുള്ള ടൈമിന് എത്തിയില്ല. ഒരു ഹാഫ് ആൻ അവർ ലേറ്റ് ആയിരുന്നു. കാരണം സ്റ്റോക്ക്ഹോമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേനും ഡിലേ ആയി. അപ്പോൾ നമുക്ക് കണക്ഷൻ ഉള്ള ഫ്ലൈറ്റിലേക്ക് എത്താനായിട്ട് ചെറുതായിട്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇനി ടൈം നമുക്ക് കറക്റ്റായിട്ട് എത്താനായിട്ട് പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. നമുക്ക് ഇവിടുന്ന് ഇസ്താൻബുളിൽ നിന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായി. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവർ പറയുന്നത് നമുക്ക് മിസ്സായി. നമ്മൾ ഓൾറെഡി 11:45 ലാൻഡ് ചെയ്തത്, 11:15 ലാൻഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് അവർ ആർഗ്യൂ ചെയ്യുന്നുണ്ടായിരുന്നത്. നമ്മളൊരു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് എങ്ങാനും ഡിലേ ആവുക എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളൊരു
ക്യാരി ബാഗ് കയ്യിൽ വെക്കണം, ഒരു ഹാൻഡ് ഇൻ ലഗേജ് കയ്യിൽ വെക്കണം, ഒരു ക്യാബിൻ ബാഗ് കയ്യിൽ വെക്കണം എന്നൊക്കെ. അപ്പം അതേപോലെ നമ്മൾ ഓൾറെഡി സ്റ്റോക്ക്ഹോമിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കാൻ ലേറ്റായി. അപ്പോൾ ലേറ്റ് ആയപ്പോഴത്തേനും നമ്മൾ ഇസ്താൻബുളിൽ എത്തിയപ്പോഴത്തേനും ലേറ്റായി. അപ്പം ഇവിടെ നിന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റ് നമുക്ക് മിസ്സായി. സോ അവർ ആദ്യം കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞു. അതായത് നമ്മൾ ടൈമിൽ എത്താണ്ടാണ്, അവർക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഇനി എടുത്തു തരാനുള്ള ഒരു ഓപ്ഷനും ഇല്ല എന്നൊക്കെ പറഞ്ഞു. നമ്മൾ എന്നിട്ട് ഓൾറെഡി അവരുടെ ടേംസും പോളിസീസും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നോക്കിയിട്ടുണ്ട്. അതിൽ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കണക്ഷൻ ഫ്ലൈറ്റ് ലേറ്റ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിലേ ആവരാണ് അല്ലെങ്കിൽ മിസ്സാവുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരണം എന്നുള്ളത് അതിൻ്റെ പോളിസിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയണതെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പിന്നീട് അവർ ടിക്കറ്റ് എടുത്തു തരാനായിട്ട് ഓക്കെ ആയത്. അപ്പം ഷർത്ത് ഒരുപാട് സംസാരിച്ചതിന് ശേഷമാണ് നമുക്കവർ ടിക്കറ്റ് എടുത്ത് തന്നതാണ്. എനിക്കാണ് ഒരു മാക്സിമം അവർ നമ്മളെ എന്താ പറയുക അവോയ്ഡ് ചെയ്ത് വിടാനാണ് ശ്രമിക്കാൻ തോന്നുന്നു. നമ്മളത് നോക്കിയത് കൊണ്ടാണ് നമുക്കിപ്പോൾ വേറെ ടിക്കറ്റ് അവർ എടുത്ത് തന്നത്. അപ്പം ഇപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് രാവിലെ 6 മണിക്കാണ് ഫ്ലൈറ്റ്. അത് ദുബായിലോട്ട്, പിന്നെ ദുബായിൽ നിന്ന് ആണ് കൊച്ചിയിലോട്ട്. നമ്മൾ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷേ ഇതിപ്പോൾ മിസ്സായ കാരണം രാത്രി 8:15 ഇനി എത്തുക. അപ്പോൾ അവർ അതിന് പകരം എന്നുള്ള രീതിയിൽ ഫ്രീ ഫുഡും പിന്നെ ഒരു റെസ്റ്റ് ഏരിയയിൽ നമുക്ക് സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഒരു ദിവസമാണ് മിസ്സാവണേലോ. അപ്പം അറിയില്ല, എന്നാലും ഇതെങ്കിൽ ഇത് ഓക്കെ ആയല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അപ്പം ഫ്ലൈറ്റ് മിസ്സാവുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി അതിൻ്റെ കണക്ഷൻ പോളിസി ടേംസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കണം. നമുക്കതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇവിടുന്ന് അവർ ചെയ്ത് തന്നില്ലെങ്കിൽ നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുള്ള ഇത് നമുക്ക് പറ്റുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടെന്ന് ഇവർക്ക് തോന്നിയാൽ മാത്രമേ എനിക്ക് തോന്നുന്നു അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ റൂൾസും നമ്മളെ പോളിസീസും നോക്കിയിട്ടുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായാലാണ് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ചില എയർലൈൻസ് ഓക്കെ. അപ്പം എയർലൈൻസ് നമ്മളിപ്പോൾ വന്ന് ടർക്കിഷ് എയർലൈൻസിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നത്. അപ്പം സിദ്ധി ഇപ്പോൾ ബുക്ക് വാങ്ങിയതുകൊണ്ട് കുറേ നേരമായിട്ട് അതിലാണ്. സമയം ഇപ്പോൾ ഇവിടെ 2:49. നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങാനും പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്കിവിടെ വന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി കറങ്ങി കാണാനൊക്കെ പറ്റിയല്ലോ. എന്നാലും നല്ല ടയർഡാണ്, ഉറക്കം വന്നിട്ട് വയ്യ. ടയർഡല്ല, പക്ഷെ ഉറക്കം വരുന്നു. അങ്ങനെ അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പം 5:50 ബോർഡിങ് തുടങ്ങും. അങ്ങനെ ഇരിക്കുന്നു. ഓരോ ഫ്ലൈറ്റിൻ്റെ എയർലൈൻസിലും പാസഞ്ചർ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഫ്ലൈറ്റ് ഡിലേ ആവുകയാണെങ്കിൽ എന്തൊക്കെ സർവീസാണ് എയർലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, മിസ്സാവുകയാണെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ എയർലൈൻസിലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോളിസീസ് നമുക്ക് അറിയുന്നത് കൊണ്ടാണ്. അവർ എയർലൈൻസ് വരെ ഒത്തിരി നേരം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് ഓൾറെഡി 11:15 അവിടെ ലാൻഡ് ചെയ്യേണ്ടായിരുന്നത്. പക്ഷെ 11:45 ലാൻഡ് ചെയ്തത്. അപ്പം ഞാൻ ഈ ലാൻഡ് ചെയ്യണതും കൂടെ ഞാൻ ഷൂട്ട് ചെയ്തതുകൊണ്ട് അവർ പറഞ്ഞത് 11:15 തന്നെ ലാൻഡ് ചെയ്തു. സിസ്റ്റത്തിൽ നോക്കിയിട്ട് അവർ പറഞ്ഞു 11:15 ലാൻഡ് ചെയ്തെന്ന്. നമ്മളപ്പോൾ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയില്ല, 11:45 ലാൻഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ടൈമും കൂടെ കാണിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മിസ്റ്റേക്കാണ്, ഞങ്ങൾ ഒരു ടിക്കറ്റ് ഞങ്ങൾ ഇനിയുള്ളത് ബുക്ക് ചെയ്ത് തരാമെന്ന്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായെന്നുള്ളത്. പക്ഷേ ശ്രദ്ധിക്കുക, നമ്മൾ ആ പോളിസീസും ടേംസും ഒക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവരെ തന്നെ നമുക്ക് അക്കോമഡേഷനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ അധികം സമയമില്ലാത്തത് നമ്മൾ അക്കോമഡേഷൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു ഫുഡ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കണക്ഷൻ ഫ്ലൈറ്റ്സ് ഉള്ളവർ. അങ്ങനെ നമ്മൾ സാഹസികമായ യാത്രയൊക്കെ കഴിഞ്ഞ് ദുബായ് എയർപോർട്ടിലെത്തി. ഭയങ്കര ടയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടയർഡായി. കാരണം ഫ്ലൈറ്റ് മിസ്സായി അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി യാത്രയായിരുന്നു അല്ലേ? നീ എങ്ങനെയുണ്ടായി ട്രിപ്പ്? യാത്ര എങ്ങനെയുണ്ടായി? ദിയ വൊമിറ്റ് ചെയ്തു അതിനിടയിൽ. ഭയങ്കര പാടായിരുന്നു. എന്നാലും ക്യാൻസലായൊന്നുമില്ലല്ലോ ഫ്ലൈറ്റ്. അങ്ങനെ സമാധാനിക്കുന്നു. ഇനിയിപ്പം ഉച്ചയ്ക്ക് ഈ സമയത്ത് നാട്ടിലെത്തേണ്ടതാണ്.
വൈകിട്ടാവും നാട്ടിലെത്തുമ്പോൾ. ഇങ്ങനെ ദുബായിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ഇനി ഇപ്പോൾ ഒരു 2 hours ഫ്ലൈറ്റ് ഉണ്ട്. അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും ഭയങ്കര ടയർഡായി. നല്ലൊരു വേസ്റ്റ് ട്രാവലിംഗ് ആയിരുന്നു. പക്ഷേ അറ്റ് ലാസ്റ്റ് റിസൾട്ട് അടിപൊളിയായതുകൊണ്ട് അങ്ങനെ സമാധാനിച്ച് പോകുന്നു. വിശന്നിട്ട് വയ്യ. ലഞ്ചിൽ നിന്ന് കിട്ടിയ ഫുഡ് വളരെ മോശമായിരുന്നു. പിന്നെ ദേഹം ഒന്നും കഴിച്ചില്ല, വൊമിറ്റ് ചെയ്തു. പിന്നെന്താ, അതുകൊണ്ട് ഇവിടെ ഒരു ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട്. അവിടുന്ന് ഒരു ബിരിയാണി കഴിക്കാം എന്ന് കരുതി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു 1.5 hours കൂടി ഉണ്ട്. അങ്ങനെ ബോർഡിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓ മൈ ഗോഡ്. അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റൊക്കെ എടുത്ത് വരുന്നവർ ശ്രദ്ധിക്കുക. ടേംസ് ആൻഡ് പോളിസീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് കാണാം. ഒരു എത്ര ഫ്ലൈറ്റിൽ കയറി? 3. ഓക്കെ, ഓറഞ്ച് കൈ അല്ലേ? ഓക്കെ, കുക്കീസ്. എന്തോ മസ്കറ്റ് അല്ലേ? അപ്പം നമ്മൾ ദുബായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഫ്ലൈറ്റ് നേരെ കൊച്ചിയിലോട്ടാണ്. ഒരു ഓൾമോസ്റ്റ് 4 hours ട്രാവലിംഗ് ഇനി ഉണ്ടാവുക. ഇത് വലിയ കുഴപ്പമുണ്ടായില്ല. എയർ ഇന്ത്യ ആയിരുന്നു നമുക്ക് അവിടുന്ന് ലാസ്റ്റ് കണക്ഷനിൽ അവരെടുത്ത ഫ്ലൈറ്റ്. പക്ഷേ നമ്മൾ വന്നപ്പോൾ ഉള്ള എല്ലാ ഫ്ലൈറ്റിനേക്കാളും മേ ബി ദുബായ് ടു കൊച്ചി ആയതുകൊണ്ടായിരിക്കും ഈ ഫ്ലൈറ്റിലെ ഫുഡായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു. 3 പേരും അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. അത് മാത്രമല്ല, ഈ എയർ ഇന്ത്യയിൽ അവർ ഫസ്റ്റ് കുറച്ച് സ്നാക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടായിരുന്നു, മെയിൻ കോഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോഫി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മളിതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിയ കുറച്ച് ആക്ടിവിറ്റീസിലോട്ട് കടന്നു. ഈ ഫ്ലൈറ്റിലപ്പോൾ സ്ക്രീൻ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദിയ ടാബിൽ കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് അവരുടെ ബുക്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അത് കുറച്ച് കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ടിട്ട് നമ്മളൊക്കെ ചെറുതിൽ കളിക്കാറുള്ള ഗെയിമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് കളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ഫുഡൊക്കെ വന്നു. നല്ല ഡിസേർട്ടായിരുന്നു അവരുടെ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡാണ്. എന്നാലും നാട്ടിലെത്താനുള്ള ഒരു ആവേശത്തിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, ഞാൻ ഡയറി എഴുതിയിട്ട് ഇന്നലെ ഇന്നും ഡയറി എഴുതാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് നേരം കൂടി ഉള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഡയറിയൊക്കെ എഴുതി സെറ്റാക്കി വെക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണു. ഞാൻ എഴുതിയ പോലെ തന്നെ എൻ്റെ ഏറ്റവും ലൈഫിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ദിവസത്തിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മേലെ ഇരുന്ന താഴത്തോട്ട് ആ ഫസ്റ്റ് ലൈറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കറിയില്ല ഇത് ഓവർ എക്സൈറ്റ്മെൻ്റ് ആണോ എന്താണെന്നോ ഒന്നും അറിയില്ല. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവുമല്ലോ, നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ദിവസത്തിലേക്കാണ്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് നവംബറിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 months ആയി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ മാത്രമല്ല കേട്ടോ, ദിയയും ശരത്തും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, വെയിറ്റിംഗ് ആയിരുന്നു ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട്. മോനെ കാണാനുള്ളതാണ് ഏറ്റവും കൂടുതൽ. പ്ലസ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, പാരൻസ് എല്ലാവരെയും കാണാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ലാൻഡ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ലൈറ്റ്സൊക്കെ ക്ലിയർ ആയി വന്നപ്പോഴേ ഭയങ്കര സന്തോഷം. ലാൻഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30 minutes മുന്നേ ഫ്ലൈറ്റിൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാവില്ല നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകാമെന്ന്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്തോ ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ ആണ് എനിക്ക് തോന്നിയത്. ലാസ്റ്റ് നമ്മൾ ലാൻഡ് ചെയ്തു. അങ്ങനെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്, നമ്മുടെ 2 ലഗേജസ് മിസ്സായിട്ടുണ്ട്, എത്തിയിട്ടില്ല. അപ്പോൾ ഇനി അതിൻ്റെ കാര്യങ്ങളും ഫോർമാലിറ്റീസൊക്കെ നോക്കി നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു 1 weekനുള്ളിൽ നമുക്ക് വീട്ടിലേക്ക് ലഗേജസ് എത്തിച്ച് തരുന്നതാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതൊക്കെ പോട്ടെ, ലഗേജ് മിസ്സായാലും കുഴപ്പമില്ല. നമ്മൾ അറ്റ് ലാസ്റ്റ് താങ്ക് ഗോഡ് നമ്മളിത് അച്ഛനെ മീറ്റ് ചെയ്തു.
ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. ഞാനും ശരത്തും ദിയയും കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്ത മൊമെൻ്റ് ആയിരുന്നു. നമ്മുടെ ഫാമിലീസ് ഉണ്ടായിരുന്നു, അച്ഛനമ്മ, നമ്മുടെ കസിൻസ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ 3 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. 2021 അല്ല 2022 ഞാനിവിടെ ക്ലാസ് ടീച്ചറായിട്ട് ഞാൻ ജോയിൻ ചെയ്യണേ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ടീച്ചർ എന്ന നിലയിൽ ഭയങ്കര അഭിമാനവും ഒക്കെ തോന്നിയ ഒരു സമയമായിരുന്നു കേട്ടത്. കാരണം രാത്രി 10 മണിയായി, 10:10 ഞങ്ങൾ എയർപോർട്ടിന് പുറത്തേക്ക് കിടന്നപ്പോഴത്തേനും. അപ്പോൾ ഒത്തിരി മണിക്കൂറുകളായിട്ട് ഇവരിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ നാട്ടിലൊക്കെ വരുമ്പോഴത്തേനും ഒരുപാട് പേര് നമ്മളെ റിസീവ് ചെയ്യാനായിട്ടൊക്കെ വരുന്നത് ഭയങ്കര സന്തോഷമാണല്ലേ. കാരണം ഒരുപാട് സ്നേഹം ഉള്ള ആളുകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു കാരണം. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് അച്ഛന് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്ത് ഭയങ്കര ഹാപ്പിയായി. പുള്ളിയും ഭയങ്കര ഹാപ്പിയായി. എനിക്ക് അച്ഛനെ കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് വലുതായ പോലെയൊക്കെ തോന്നി, വലിയ ചെറുക്കനായ പോലെ തോന്നി. ഇതാണ് ഗോകുല്, ലിറ്റു ചേട്ടൻ, വിഷ്ണു. അപ്പം ഇതൊക്കെ നമ്മുടെ കസിൻസാണ് കേട്ടോ. പിന്നെ ദാ എൻ്റെ സ്റ്റുഡൻസ് ആദിൽ, പിന്നെ പവൻ, ക്രിസ്റ്റി, ഇവർ 3 പേരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ഞാൻ വിളിച്ചായിരുന്നു കേട്ടോ വീട്ടിലേക്ക്, പക്ഷെ അവർക്ക് എന്താ തിരക്കുണ്ടായിരുന്നു, അവർ പോയി. പിന്നെ ഇതാണ് എൻ്റെ 2 അമ്മമാർ കേട്ടോ. ഇവർ 2 പേരും സിസ്റ്റേഴ്സ് ആണോ എന്നോട് പലരും ചോദിക്കാറുണ്ട്. അല്ല, ഇതെൻ്റെ 2 അമ്മമാരാണ്. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കോഫിയും ചായയൊക്കെ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. അച്ഛൻ്റെ വീടേതാ? നമ്മളിത് അറ്റ് ലാസ്റ്റ് വീട്ടിലെത്തി. തൃശ്ശൂർ കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ വീട് കേട്ടോ. അപ്പം അച്യുതാ നമ്മളെ കൈയൊക്കെ പിടിച്ച് കൊണ്ടുപോയിട്ട്, പുള്ളിയുടെ വിചാരം നമ്മൾ ആദ്യമായിട്ടാണ് വീട്ടിൽ വരുന്നതാണ്. അപ്പോൾ പുള്ളി ഇന്ന് വീടും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാണ്. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ കാസ്പർ, പിന്നെ ഉള്ളത് ചാർലി, കാസ്പർ പിറ്റ്ബുള്, ചാർലി ജർമ്മൻ. അപ്പോൾ നമ്മളെ കണ്ടിട്ടുള്ള സ്നേഹപ്രകടനമാണ് കേട്ടോ. നമ്മളെന്ന് പറയാൻ പറ്റില്ല, മെയിനായിട്ട് ശരത്തിനെ. അർജുൻ ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് സ്വീഡനിലോട്ട് വരുമ്പോൾ അർജുൻ ഉണ്ടായിരുന്നു കേട്ടോ. അർജുനും ജർമ്മൻ തന്നെയായിരുന്നു, പക്ഷേ പുള്ളി പ്രായമായിരുന്നു, മരിച്ചുപോയി. അപ്പോൾ അർജുനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ടൊക്കെ കയറി. എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പം കുറച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരാനായിട്ട്. കാരണം എനിക്ക് ഉണ്ണിയപ്പം കഴിക്കാനുള്ള ഭയങ്കര ക്രേവിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാ വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കളിച്ചാണ് അച്ഛന് ഉമ്മ വെച്ചാലാ അമ്മ അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫിഷ് കറി ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു. പിന്നെ മട്ടൻ, ചിക്കൻ, അച്ചാറുകൾ, ഉപ്പേരി, അങ്ങനെ കുറേ വിഭവം ഉണ്ടായിരുന്നു. വീട് വീടല്ലാണ്ടിരിക്കാൻ വർത്താനം പറയാനും മര്യാദക്ക്
പിന്നെ വിളിക്കണ കാരണം കുറച്ച് ആശ്വാസം ജോലി. ഇത് എന്റെ അമ്മ, എന്റെ അമ്മ എന്ന് പറഞ്ഞ ശരത്തിന്റെ അമ്മ. ഇങ്ങനെ പറയണോ? നാളാണ് ശീലേച്ചി ഇങ്ങോട്ട് വാ. ഇതെന്റെ അമ്മ, എന്റെ അമ്മ എന്ന് പറഞ്ഞ എന്റെ സ്വന്തം അമ്മ. സന്തോഷായ? സന്തോഷായി. അയ്യോ അങ്ങനെ ഇന്നിപ്പോ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മോട്. ഇന്ന് കംപ്ലീറ്റ് റെസ്റ്റ്. അങ്ങനെ അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. ഇതാണ് എൻ്റെ സ്വർഗം. എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലേ ഞങ്ങളുടെ യാത്രാക്ഷീണം എല്ലാം മാഞ്ഞുപോയി. ഇനി ഇവിടെ നാട്ടിൽ പ്രിയപ്പെട്ട എല്ലാവരുടെയും കൂടെ കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ ഗുഡ് നൈറ്റ്.